ജോസ് കെ മാണിയുടെ ഒരു പത്രസമ്മേളനത്തിന് വേണ്ടി ആളുകൾ ഇന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. ഏതാണ്ട് പറഞ്ഞതിലും 3/4 മണിക്കൂർ വൈകിട്ടാണ് ആ പത്രസമ്മേളനം നടന്നത്. കാരണം അദ്ദേഹം എന്ത് പറയും എന്നുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിരുന്നത്. യഥാർത്ഥത്തിൽ മലയാള ഭാഷയുടെ ഒരു സൗന്ദര്യം എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴാണ്. അദ്ദേഹം പറഞ്ഞത് ഇടതു മുന്നണിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു കാലം ഏതാണ്ട് അപ്പുറത്തേക്ക് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം കേരള കോൺഗ്രസ് മാണി എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞേക്കുന്നത്, ഞങ്ങൾ പോവുകയാണെങ്കിൽ തന്നെ എല്ലാവരും ഒന്നിച്ചായിരിക്കും, അല്ലാതെ ഒരുമിച്ചായിരിക്കും ഞങ്ങൾ പോവുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ റോഷി അഗസ്റ്റിനെയും പ്രമോദ് നാരായണനെയും ഒക്കെ അനുനയിപ്പിക്കാൻ ഇപ്പോഴും ശ്രമം നടത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് വിളികളുണ്ടായിരുന്നോ അതോ ആളുകൾ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചിരുന്നു, കോളുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഞങ്ങളുടെ മിടുക്കും മെറിറ്റും കൊണ്ടാണ്. കാരണം ഞങ്ങൾ നല്ല ആളുകളായതുകൊണ്ടും ഞങ്ങളുടെ പ്രാധാന്യം അത്രത്തോളം വലുതായതുകൊണ്ടുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ വരികൾക്കിടയിലൂടെ വായിച്ചാൽ ഏതാണ്ട് ചർച്ചകൾ നടക്കുന്നു, അല്ലെങ്കിൽ ഇടതുമുന്നണിയിൽ തന്നെ വലിയ വിലപേശലിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, പി രാജീവ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നുവെന്നും, അതായത് ഭിന്നശേഷിക്കാരുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട്, ഭിന്നശേഷിക്കാരുടെ അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരുടെ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് വരെ മറ്റ് നിയമനങ്ങൾ റെഗുലറൈസ് ചെയ്യേണ്ട എന്നാണ് സർക്കാർ തീരുമാനിച്ചിരുന്നതെങ്കിൽ NSS അതുമായി ബന്ധപ്പെട്ട് കേസിന് പോവുകയും അവരുടെ സ്കൂളുകളിൽ ഭിന്നശേഷിക്കാരുടെ അപ്പോയിൻമെൻറ്റ് നടക്കാതെ തന്നെ ഇത് റെഗുലറൈസ് ചെയ്ത് കൊടുക്കാൻ കോടതി വിധി ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അത് NSSന് മാത്രം ഒരു നേട്ടമുണ്ടാക്കിയ കാര്യമാണ്. അത് മറ്റ് സംഘടനകൾക്ക് കൂടി, മറ്റ് മതസംഘടനകൾക്കും സമുദായ സംഘടനകൾക്കൊക്കെ സ്കൂളുകളുണ്ടല്ലോ, അവർക്ക് കൂടി കിട്ടണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെയുള്ള ആവശ്യത്തെ വളരെ കൃത്യമായി പറയുകയും, അപ്പോൾ അതിന് ഗവൺമെൻറ് ഒരു സ്റ്റാൻഡ് എടുക്കുകയും ഗവൺമെൻറ് ഒരു അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് അനുകൂലമായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ പി രാജീവ് തന്നെ വിളിച്ച് ജോസ് കെ മാണിയോട് പറഞ്ഞു, ഞങ്ങൾ ഇന്നിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം. അദ്ദേഹം ഏത് നിമിഷം വേണമെങ്കിലും പോകാം. യഥാർത്ഥത്തിൽ 16-ാം തീയതി അവരുടെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുന്നുണ്ട്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിക്കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും മിക്കവാറും തീരുമാനം ഉണ്ടാകും. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ജാഥയുടെ ക്യാപ്റ്റൻ അദ്ദേഹം തന്നെ ആയിരിക്കും. അതായത് മേഖലാ ജാഥകൾ തീരുമാനിച്ചിട്ടുണ്ട് LDF. അതിലൊരു ജാഥയുടെ ക്യാപ്റ്റൻ ബിനോയ് വിശ്വവും, ഒരു ജാഥയുടെ ക്യാപ്റ്റൻ ഗോവിന്ദ മാഷും, ഒരു ജാഥയുടെ ക്യാപ്റ്റൻ ഇദ്ദേഹവുമാണ്. അപ്പോൾ അതിൽ ഒരു ജാഥ ക്യാപ്റ്റൻ ഞാൻ തന്നെ ആയിരിക്കും. പക്ഷേ പാർലമെൻറ്റുള്ള സമയത്ത് ഞാൻ പോയിട്ട് വരും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റോ UDFനെ കടന്നാക്രമിക്കലോ ഒന്നും ഉണ്ടായില്ല. പകരം അദ്ദേഹം ചോദിച്ച ആകെയുള്ളൊരു ചോദ്യം, ബേസിക് ആയിട്ടുള്ള ചോദ്യം, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ ഭരണം കിട്ടുമെങ്കിൽ പിന്നെ ഇവിടെ തന്നെ നിന്നാൽ പോരെ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിലും ചെറിയൊരു അപകടമുണ്ട്. ഭരണം കിട്ടുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ അങ്ങോട്ട് മാറാം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിയേണ്ടത് പുറത്ത് പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ ഇനി പുറത്ത് പറയാത്ത ചില കാര്യങ്ങൾ കൂടി പറയാം. യഥാർത്ഥത്തിൽ മാണി സി കാപ്പൻ പാല വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ അനിഷേധ്യ നേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ടിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കാണുമ്പോൾ മാണി സി കാപ്പൻ്റെ യഥാർത്ഥ ആവശ്യമെന്ന് പറയുന്നത്, ഇപ്പോൾ തിരുവമ്പാടിയിലോ വേറെ എവിടെയാണെങ്കിലും ആണെങ്കിലും ഞാൻ മത്സരിക്കാം, പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്കൊരു മന്ത്രിസ്ഥാനം കൂടി കിട്ടണമെന്നാണ്. അത് ആലോചിക്കാം എന്നുള്ളതാണ് UDF പറഞ്ഞേക്കുന്നത്. ഇത് പുറത്തേക്ക് ആരും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടത്താൻ വേണ്ടി VN വാസവനെ നിയോഗിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. കൂടാതെ മറ്റു പല ദൂതന്മാരെ വിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം. അങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ ജോസ് കെ മാണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ ഒന്നില്ലെങ്കിൽ സംഭവിക്കുക. ഒന്നില്ലെങ്കിൽ ഇടതുമുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ സീറ്റുകൾ കൂടുതൽ ചോദിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം അപ്പുറത്തേക്ക് മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പുറത്തേക്ക് മാറിപ്പോകുന്നത്, അങ്ങനെ മാറിപ്പോയാൽ അദ്ദേഹത്തിന് മന്ത്രിയാകാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നുള്ളൊരു ധാരണയിലാണ്. മാണി സി കാപ്പൻ പാലയ്ക്ക് വേണ്ടിയൊന്നും വാശി പിടിക്കില്ല. കാരണം ഇപ്പം തന്നെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അവിടെ ഏതാണ്ട് വലിയ തോതിൽ 1500 വോട്ടുകളിൽ താഴെ, 2000 വോട്ടുകളിൽ താഴെ അവിടെ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത് LDFലാണ്. യഥാർത്ഥത്തിൽ UDFിൻ്റെ കയ്യിലിരുന്ന 3 മണ്ഡലങ്ങളിൽ മാത്രമേ അത്തരത്തിലുള്ള ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളൂ. ആ ഭൂരിപക്ഷം കിട്ടിയത് ഒന്ന് കുണ്ട്രയാണ്, ഒന്ന് പാലയാണ്, പിന്നൊന്ന് കോവളമാണ്. അപ്പോൾ ഇത്തരം മണ്ഡലങ്ങളിലാണ് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഭൂരിപക്ഷം, അതായത് ഈ വേലിയേറ്റത്തിൽ പോലും, ഈ വലിയ അനുകൂല തരംഗത്തിൽ പോലും UDFന് സ്വന്തം മണ്ഡലം നിലനിർത്താൻ കഴിയാതിരുന്ന 3 എണ്ണം ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലായിൽ മാണി സി കാപ്പൻ പരിങ്കലിലാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് തിരുവമ്പാടിയിൽ മത്സരിക്കുകയും കൂട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബോ ആരെങ്കിലും ഒരു അഷുറൻസ് തന്ന് അവിടെ നിന്ന് ജയിപ്പിക്കാമെന്നും, കൂടാതെ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യാം, ഒരു മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് പറഞ്ഞാലും ഗുണമാണ്. മാണി സി കാപ്പന് ചില ആളുകൾ അഡ്വൈസ് ചെയ്ത കാര്യം, അങ്ങനെ താങ്കൾ പോയി മത്സരിച്ചാൽ പിന്നെ അടുത്ത തവണ ചിലപ്പോൾ സീറ്റ് കിട്ടണമെന്നില്ല,
കാരണം ഇവിടെ പാലായിലാണെങ്കിൽ താങ്കൾക്ക് ആ ഗ്രിപ്പ് ഉണ്ടാക്കാൻ പറ്റും, താങ്കളുടെ പാർട്ടി ആണെങ്കിൽ ഒന്ന് പാർട്ടിയെ പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷേ അതേസമയം അവിടെ ആകുമ്പോൾ അത് മുസ്ലിം ലീഗിൻ്റെ കാരുണ്യത്തിൽ മാത്രമായിരിക്കും. 5 കൊല്ലം കഴിയുമ്പോൾ സീറ്റ് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പോലും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തേക്ക് എന്തായാലും സീറ്റ് കിട്ടട്ടെ, ഒരു മന്ത്രിസ്ഥാനവും കിട്ടട്ടെ, ബാക്കിയൊക്കെ പിന്നെ തീരുമാനിക്കാം എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായം എന്താണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത് എങ്ങനെയാണ് ജോസഫ് ഗ്രൂപ്പിനെ ഇവരെന്ത് ചെയ്യുക, പറഞ്ഞു നിർത്തുക എന്ന് പറയുന്ന ഒരു കാര്യമാണുള്ളത്. കൂടാതെ ഈ ജോസഫ് ഗ്രൂപ്പിനെ പറഞ്ഞു നിർത്തുക, ജോസഫ് ഗ്രൂപ്പ് ഇപ്പോഴും നഖശികാന്തം അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ 10 സീറ്റുകളിൽ നിന്ന് ഒരു 5 സീറ്റുകളെങ്കിലും തിരിച്ച് കോൺഗ്രസ് ഇനിയിപ്പോൾ ഇവർ വന്നാലും ഇല്ലെങ്കിലും എടുക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ ചെറുത്ത് നിൽക്കാം എന്നുള്ളതാണ് അവർ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നമായി കാണുന്നത്. കൂടാതെ ജോസ് കെ മാണി കൂടി വരികയാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ എൻ്റെതായിട്ടുള്ള സപ്പോർട്ട് അവർക്ക് കിട്ടും. അതിന് ഇനി ജോസഫ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ പോലും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ഒരു പ്രാധാന്യം കുറയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ചെറുത്തുനിൽപ്പുകളും അവരെന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. മോൻസ് ജോസഫൊക്കെ ഇന്ന് തന്നെ വന്ന് പത്രസമ്മേളനം നടത്തി ഇവർ വരേണ്ട ആവശ്യമില്ല, ഇവർ വരാതെ തന്നെ ഞങ്ങൾ ജയിക്കില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവരെ പ്രൊവോക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഈ പറയുന്ന സിറ്റുവേഷൻ നിലനിൽക്കുന്നത്. പക്ഷേ CPM-നോടും ബാക്കിയുള്ളവരോടും യഥാർത്ഥത്തിൽ ജോസ് കെ മാണി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, സഭാ നേതൃത്വവുമായി നിങ്ങൾ നേരിട്ട് സംസാരിക്കണമെന്നും അത് അമിക്കവളി ഒന്ന് സെറ്റിൽ ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നും, അത് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ എനിക്ക് വലിയ സമ്മർദ്ദത്തെ നേരിടേണ്ടി വരും എന്ന് കൂടിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ CPM-ൻ്റെ ആരെങ്കിലും ഞാൻ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ ഉടനെ തന്നെ സഭ സമ്മതിക്കോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വലിയ ചോദ്യമാണ്. പക്ഷേ അത്തരത്തിലുള്ള ഓപ്ഷനുകൾ എപ്പോഴും തുറന്നിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇന്നലെ പോലും കോട്ടയത്തെ ജില്ലാ കമ്മിറ്റിയിലെ പ്രമുഖനായിട്ടുള്ള അനിൽകുമാർ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. കാരണം ജോസ് കെ മാണി വിഭാഗത്തിൽ ചില ആളുകളുമായിട്ടിരുന്ന് ചർച്ച ചെയ്യുന്നതും സംസാരിക്കുന്നതും ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷേ അതങ്ങനെ തെറ്റല്ല. കാരണം ജോസ് കെ മാണി യഥാർത്ഥത്തിൽ കൂടെയുള്ള റോഷി അഗസ്റ്റിനോടോ ബാക്കിയുള്ളവരോടോ പോലും പറയാതെയാണ് ഇത്തരം നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. കാരണം അടുത്ത തവണ അദ്ദേഹത്തിന് മന്ത്രിയാകണമെങ്കിൽ അത് വേണം എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം റോഷി അഗസ്റ്റിനെ കൂടി സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവരാനാണ്. അതിൽ റോഷിക്ക് കൂടി ഒരു മന്ത്രിസ്ഥാനം കൃത്യമായിട്ട് ഏത് വകുപ്പ് എന്നുള്ളത് വാഗ്ദാനം ചെയ്യാൻ കഴിയുമോ എന്നുള്ള വിലപേശലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇത്തരം തന്ത്രങ്ങളിൽ ആർക്കാണ് മേൽക്കൈ ഉണ്ടാവുക എന്നുള്ളത്. ഏത് നിമിഷവും ജോസ് കെ മാണിയിൽ തുടരാനും സാധ്യതയുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് പിണറായി വിജയൻ ആയതുകൊണ്ട് ഏത് അപ്രതീക്ഷിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കാനും ജോസ് കെ മാണിക്ക് കൊണ്ട് കഴിയും എന്നുള്ളൊരു സാധ്യതകൾ കൂടിയുണ്ട്. കൂടാതെ CPM ഇപ്പോഴും ജോസ് കെ മാണിയെയും സഭാ നേതൃത്വത്തെയും ഒക്കെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട് എന്നുള്ളത് കൂടിയാണ്. അത് അനുസരിച്ചായിരിക്കും ബാക്കിയുള്ള തീരുമാനങ്ങൾ ജോസ് കെ മാണിയിൽ വരിക. സോ കയ്യാലപ്പുറത്തെ തേങ്ങയായി ജോസ് കെ മാണി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഏതാണ്ട് 2 വള്ളത്തിലേക്കും കാലം ചവിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ചർച്ചകൾ നടത്തിയെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെല്ലാം തന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യമായി ഡീകോഡ് ചെയ്യാൻ കഴിയാവുന്ന ആളുകൾക്ക് വളരെ കൃത്യമായി മനസ്സിലാകും. വരികൾക്കിടയിലൂടെ വായിക്കുന്ന ആളുകൾക്കും അത് മനസ്സിലാവും.